ഗൈസ്, ഇന്നലെ നമ്മൾ അടിച്ച് പകുതിയാക്കി വെച്ച പീറ്റർ പാൻ കോളർ ജീൻസ് ടോപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ബാക്കിയുള്ള ഭാഗം അടിക്കുന്നത് കണ്ടോളൂ. യോക്കിൻ്റെ ബാക്ക് ഭാഗവും ഇതുപോലെ കഴുത്തും പൊളിയും അടിച്ച് മറച്ച് അതിൻ്റെ മേലെ നല്ല ഭാഗം വെച്ച്, നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വയ്ക്കുക. ഉണ്ടോ? ഇങ്ങനെ വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും ഉണ്ടോ? ഇതുപോലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതുമേ ഇടാനുള്ള ഫ്ലീറ്റ്, അടിഭാഗത്തിൻ്റെ ഫ്ലീറ്റ്, പാവാട ഭാഗത്തിൻ്റെ ഫ്ലീറ്റ് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി ഒരേ വലുപ്പത്തിൽ സ്റ്റിച്ചിടുക. ഒരേ വലുപ്പത്തിൽ ഫ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കുക. ബാക്കും ഫ്രണ്ട് ഇതുപോലെ അടിച്ചെടുത്ത് യോക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് അരഭാഗം കൂട്ടിയിടിക്കുക. രണ്ട് ഭാഗം അതുപോലെ അടിക്കണം കേട്ടോ. മറ്റേ ഭാഗം അതുപോലെ തന്നെ കൂട്ടി വെച്ച് അടിക്കുക. അടിച്ചെടുക്കും. ഇതിന് ശേഷം അടിച്ചെടുത്തു. ഇനി ഇതിന് ശേഷം നമുക്ക് പിന്നെ ലൈനിങ് വെക്കണം. കണ്ടോ? അതുപോലെ അടിച്ചെടുത്തു. ഇനി ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ച് ഞെരിയുടെ ഭാഗത്ത് വെച്ച് അടിക്കുക. അതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തു. കണ്ടോ? ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കണം. സ്ലീവിന് നമ്മൾ വെയിറ്റ് ഇടണം. ചെറിയ പഫ് സ്ലീവാണ് അടിക്കണത്. അതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് അടിച്ചെടുക്കുക. സ്ലീവ് എന്നിട്ട് പിടിപ്പിക്കണം നമുക്ക് കേട്ടോ. പിന്നെ സ്ലീവ് പഫ് അടിച്ചെടുത്തു. ഇനി ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. മറ്റേ സൈഡും അതുപോലെ അടിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണേ. ഉണ്ടോ? ഇത്ര നേരം ഇവിടെ നല്ല മഴയായിരുന്നു. അത് കാരണം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കറണ്ടും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? സ്ലീവും ചെയ്തു. ഇനി സ്ലീവിൻ്റെ അറ്റത്ത് തുമ്പിൽ നമുക്കൊരു പട്ട പിടിപ്പിച്ച് കൊടുക്കാം. ഡിസൈനുള്ള ഒരു പീസ് തുണി എടുത്തിട്ടാണ് പട്ട പിടിപ്പിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? ഇങ്ങനെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് അറ്റാച്ച് ചെയ്തു. അതിൻ്റെ മറ്റേ ഭാഗം ഒരു മടക്കി അടിച്ചു. ഉണ്ടോ? ഇങ്ങനെ മടക്കി അടിച്ചു. ഇനി അത് ഉള്ളിലേക്ക് മടക്കി മേലെ നല്ല ഭാഗത്ത് കൂടെ പതിച്ചടി കൊടുക്കുക. അടിഭാഗത്ത് സ്റ്റിച്ച് കൊള്ളണം കേട്ടോ. അടിഭാഗത്ത് ഇതിൻ്റെ തുമ്പ് നമ്മുടെ സ്റ്റിച്ച് കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ രണ്ട് സ്ലീവിനും വെച്ച് കൊടുക്കുക. കൈ കണ്ട റെഡിയായി. ഇനി നമുക്ക് സൈഡ് കൂട്ടാം. സൈഡ് കൂട്ടിയിടിക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടോ ഇങ്ങനെ സൈഡ് കൂട്ടി കൈൻ്റെ തുമ്പത്തുനിന്ന് സൈഡ് കൂട്ടി കൈക്കുഴിയുടെ അവിടെ കൂടെ ഷേപ്പിലേക്ക് ചെരിച്ചടിക്കുക. ഷേപ്പിൽ കൂടെ എന്നിട്ട് നമുക്ക് ഞൊറി വെച്ച പാവാട ഭാഗത്തും സൈഡ് കൂട്ടാം.
അടിഭാഗം ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചതിന് ശേഷം അടിഭാഗം നമുക്ക് മടക്കി അടിക്കണമെന്നാണെങ്കിൽ മടക്കി അടിച്ച് കൊടുക്കാം. ഇത് തേര് ഭാഗമായ കാരണം കൊണ്ട് മടക്കി അടിക്കേണ്ടെന്ന് പറഞ്ഞു. അത് മടക്കി അടിക്കുന്നു. കണ്ടോ, നന്നായിട്ടില്ലേ?